അനുഭവമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള തന്നെ കാര്യം ഈ അടുത്ത കാലത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. നമ്മൾ ഓരോരുത്തരും അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ നമ്മളുടെ അടുത്ത് അവരുടെ ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ട് പൈസ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കും. നമുക്കും ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മളത് വാങ്ങിക്കും. പക്ഷെ വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ കൊടുക്കുമ്പോഴോ അതിനൊരു മര്യാദയുണ്ട് അല്ലെ? നമ്മളൊരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തോ അയാളോട് ശത്രുത, എന്തോ നമ്മൾ തെറ്റ് ചെയ്ത പോലെയാണ് പലരുടെയും പെരുമാറ്റം. അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഡേറ്റ് പറഞ്ഞു, ആ ഡേറ്റിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലേ, അതൊരു മര്യാദയല്ലേ? ഇന്ന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, മറ്റൊരു ദിവസം തരാം. നമ്മൾ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല, വിളിച്ചു കഴിഞ്ഞാൽ എടുക്കില്ല, ഒരു തരത്തിലും ഒരു റിപ്ലൈ ഇല്ലാതെ അവസാനം നമ്മൾ എന്തോ തെറ്റ് ചെയ്ത പോലെ പെരുമാറുന്ന ആളുകൾ. ഇന്ന് തന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അങ്ങനെയാണ്. നമ്മൾ മെസ്സേജ് അയച്ച് റിപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മളെടുത്ത് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്താണ് ഒരുപാട് മെസ്സേജുകൾക്ക് അപ്പുറമാണ് റിപ്ലൈ ചെയ്യുന്നത്. നമ്മളൊരു ക്രൈസിസ് ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചു ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ എനിക്ക് പേഴ്സണലി എന്നെ കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അത്രയും അടുപ്പമുള്ള തിരിച്ചു തരുന്ന വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രം കടം കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. എന്റെ ലൈഫ് ഞാൻ പറയുന്നു, ഒരുപാട് പൈസയൊന്നുള്ള ആളൊന്നുമല്ല ഞാൻ. പക്ഷേ എനിക്ക് ഇനി എന്നോട് അത്രയേറെ അടുപ്പമുള്ള, എനിക്ക് വിശ്വാസം തിരിച്ചു തരുന്ന ഉറപ്പുള്ള ആൾക്കാർ മാത്രം എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഞാനിനി ആർക്കെങ്കിലും കടം വാങ്ങിച്ച് തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം, ഞാൻ ഉടനെ അത് തരും. നിലവിൽ അധികം അങ്ങനെ ഇല്ലെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 100